ഇവിടെ പ്രേക്ഷകരെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുക കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോട്ടാങ്ങാലാണ് കേട്ടോ. കോട്ടാങ്ങാൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ വെള്ളപ്പൊക്കം ബാധിച്ചവർക്ക് നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ബാധിച്ച് നിരവധി പേര് അവരുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു. അതുപോലെ വ്യാപാരികൾക്ക് നഷ്ടമുണ്ടായി. വീടുകളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറി. അങ്ങനെ നിരവധി ഫർണിച്ചറുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം, യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലും പത്തനംതിട്ടയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സാധനങ്ങൾ യഥാവിധി എത്തിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാക്സിമം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതേപ്പറ്റി ഒന്ന് വിവരിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റ് അസീസ് ചുങ്കപ്പാറ അവരുടെ നിങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ എത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം ചുരുങ്ങിയ സമയത്തുള്ളിൽ നിങ്ങൾ കേൾക്കുക. ഓക്കെ. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ നമ്മുടെ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ പ്രളയം ബാധിച്ച് ഒട്ടനവധി വീടുകൾ വെള്ളം കയറി വളരെയധികം നഷ്ടങ്ങൾ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, എല്ലാ പ്രദേശത്തും മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ പേരിൽ ആ പാർട്ടിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ദുരിതബാധിതർക്ക് വേണ്ടി പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ റാന്നി ആയാലും തിരുവല്ല ആയാലും കൊട്ടാങ്ങ പഞ്ചായത്തായാലും വെള്ളം കയറിയ പ്രദേശങ്ങളിൽ പാർട്ടിക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് കോട്ടാങ്ങ പഞ്ചായത്തിൽ ഇന്നലെയും ഇന്നുമായിട്ട് നാളെയും നാളെ കഴിഞ്ഞുമായിട്ട് പാർട്ടിയുടെ പ്രവർത്തകർ, നേതാക്കന്മാർ പാർട്ടിയുടെ പ്രവർത്തനവുമായിട്ട് എല്ലാ വീടുകളും വെള്ളം കയറിയ ഒട്ടുമിക്ക വീടുകളിലും പാർട്ടിയെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കോട്ടാങ്ങ പ്രദേശത്ത് ഇന്ന് ഞങ്ങൾ ഇതുപോലൊരു പ്രവർത്തനം നടത്തുകയാണ്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഇതിനു വേണ്ടി ഉണ്ടാകണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. ഓക്കെ. എന്നാ നമ്മൾ ചെയ്ത് അങ്ങോട്ട് വന്നു.